ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതെന്താ സാധനം എന്നറിയോ? മട്ടൻ്റെ ബ്ലഡാണേ. ബ്ലഡ് ഇല്ലാത്തവർക്ക് മട്ടൻ്റെ ബ്ലഡ് നല്ലതാണെന്ന് പറയും. എൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 6 പോയിൻറ്റ് സംതിങ് ആണ്. അപ്പോൾ ഞാൻ മിക്കവാറും എല്ലാ മാസങ്ങളിലും മട്ടൻ്റെ ബ്ലഡ് വാങ്ങി കഴിക്കാറുണ്ട്. അപ്പം ഞാൻ കരുതിയത് നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. ബ്ലഡ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ മേടിച്ചിട്ട് വരുമ്പോൾ ബ്ലഡ് അതേ കൺസിസ്റ്റൻസിയിൽ തന്നെയാണെങ്കിൽ ജസ്റ്റ് ഇത്തിരി അരിപ്പ വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ പൊടികളൊക്കെ പോകുന്നതാണ്. ഇത് മേടിച്ച് വരുമ്പോൾ തന്നെ ഒരു ജെല്ലി ടൈപ്പിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ സ്ലിപ്പായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വലിയൊരു പാത്രത്തിനകത്തേക്ക് വെള്ളം ഒഴിക്കുക. ഈ ജെല്ലി പോലുള്ള ബ്ലഡ് അതിനകത്തേക്ക് ഇടുക. അപ്പം തന്നെ നമുക്ക് ഒരു മിനിറ്റ് അത്രയും കൂടെ വേണ്ട, അപ്പം തന്നെ നമുക്ക് എടുത്തിട്ട് മാറ്റാവുന്നതാണ്. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ നന്നായി ഞെരടി പൊടി 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 പീസാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ബ്ലഡ് ഫ്രൈ ഉണ്ടാക്കാം. ഇതിനായിട്ടൊരു പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കടുക് ഇട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഞാൻ 10-20 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. എരിവിനായിട്ട് നമ്മൾ വേറെ മസാലാസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഉള്ളി ചെറുതായി ഒന്ന് കളർ മാറി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബ്ലഡ് ചെറുതായിട്ട് കൈ കൊണ്ട് ഞെരടി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ ഒരു റെഡ് ഷെയ്ഡെല്ലാം മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറുന്നതാണ്. ഇതിൽ പ്രധാന പരിപാടി ഇളക്കലാണ്. നന്നായി ഇളക്കി 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 നല്ല ഡ്രൈ പരുവാകുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഒരുപാടാവരുത്, കാരണം നല്ല എരിവായി കഴിക്കുമ്പോൾ ഇതിന് അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തേങ്ങയെല്ലാം നല്ല മൂത്തതിൻ്റെ മണം നമുക്ക് വരാനായിട്ട് തുടങ്ങും. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്